ഒരാള്, ഞങ്ങളെ നാട്ടിൽ നിന്നൊരാള് ഹജ്ജിന് പുറപ്പെടുകയാണ്. പക്ഷേ അയാൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇറങ്ങി പുറപ്പെട്ടു. അങ്ങനെ അയാൾ യാത്ര തുടങ്ങി. അതാ യാത്രയുടെ ലക്ഷ്യം എന്താണ്? ഹജ്ജ് ചെയ്യാനാണ്. പക്ഷേ അയാൾക്ക് ഹജ്ജിന് അവസരം കിട്ടിയില്ല. അയാൾ അതാ അവിടുന്ന് മരണപ്പെടുകയാണ്. എന്നാൽ അവരെ കുറിച്ച് ഇസ്ലാം എന്താണ് പറഞ്ഞത്? മഹാന്മാരെന്താണ് പറഞ്ഞത്? മഹാന്മാർ പറയുന്നത് കാണാം, ഹജ്ജ് ചെയ്തില്ലെങ്കിലും ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ പ്രതിഫലം അയാൾക്ക് അല്ലാഹു തആല എഴുതി കൊടുക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? അയാൾ ഹജ്ജിന് വേണ്ടി നേരത്തെ ഒരുങ്ങിയതാണ്. എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി പോകുന്ന വഴിയിൽ അദ്ദേഹം മരണപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു തആല സൂറത്തുൻ നിസായിൽ പറഞ്ഞത്, ومن يخرج من بيته مهاجرا الى الله ورسوله. ഒരാള് അല്ലാഹുവിലേക്കും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കും ലക്ഷ്യം വെച്ചുകൊണ്ട് നല്ലത് ചെയ്യാൻ പുറപ്പെട്ടു. പക്ഷേ ചെയ്യാൻ അവസരം കിട്ടിയില്ല. ثم يدركه الموت. പിന്നെ മരണമാണ് അയാളെ പിടികൂടിയത്. എന്നാൽ ഫഖദ് വഖഅ അജ്റുഹു അലല്ലാഹ്. അയാളുടെ പ്രതിഫലം അല്ലാഹു തആല ഏറ്റെടുക്കുകയാണ്. അല്ലാഹു ആ മനുഷ്യന് അതിന്റെ പ്രതിഫലം നൽകുകയാണ് എന്ന ആയത്ത് വിശദീകരിച്ചെവിടെയാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഹജ്ജിന് പോകാൻ ഇറങ്ങിയാൽ ആ ഹജ്ജിന് പോകുന്നതിന്റെ ഇടയിൽ അയാൾ മരണപ്പെട്ടാലും ഹജ്ജ് ചെയ്ത ഹാജിമാരുടെ പ്രതിഫലം അല്ലാഹു തആല അയാൾക്ക് നൽകുകയാണ്. സുഹൃത്തുക്കളെ, മനുഷ്യന്റെ അവസാനമാണ് തീരുമാനിക്കപ്പെടുന്നത്, ഇപ്പോഴത്തേതല്ല. അന്ത്യം അത് നന്നായിരിക്കണം. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അതുകൊണ്ടാണ് അന്ത്യവിജയം എല്ലാവർക്കും ലഭിക്കില്ല. തോന്നിയതുപോലെ ജീവിച്ചവർക്കൊന്നും അവസാന വിജയം ലഭിക്കില്ല. അന്ത്യവിജയം ലഭിക്കുന്നത് ആർക്കാണ് എന്നാണ് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞത്, ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് അവസാനത്തെ വിജയം. അതുകൊണ്ട് തന്നെ എപ്പോഴും നല്ലതുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കണം.